ഇത് മാസ് മോട്ടോഴ്സ് എന്നാണ് ഹോണ്ട ഡിയോ. അതിൻ്റെ ഫ്രണ്ട് കവർ പൊട്ടിപ്പോയിട്ട് നമ്മളത് മാറ്റാൻ വേണ്ടി അയച്ചാണ്. അപ്പോൾ നമുക്ക് നിലവിൽ അതിനകത്ത് പറഞ്ഞാണ് 1-2 വർക്കുകളുണ്ട്. ഫ്രണ്ട് കവർ പൊട്ടിപ്പോയിട്ടുണ്ട്, അത് മാറ്റണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഓൾറെഡി കസ്റ്റമർ മേടിച്ചു തന്നിട്ടുണ്ട്. പിന്നെ ഫ്രണ്ട് ചെക്കപ്പ്, നിലവിൽ ഫ്രണ്ടിലത്തെ ഷോക്കപ്പ് കംപ്ലൈൻറ്റാണ്. കാരണം വെച്ചാൽ ഈ ഒരു ഷോക്ക് സ്റ്റക്കായ ഒരു അവസ്ഥയിൽ നിൽക്കണേ. അതുകൊണ്ട് തന്നെ ഈ വണ്ടിയുടെ സൈഡ് ടയർ കയറി ഒരയുന്നുണ്ട്, ഈ സൈഡിലേക്ക് കയറിയിട്ട് ഒരയുന്നുണ്ട് ഫോർക്കുമ്മേ. അപ്പോൾ നിലവിൽ നമുക്ക് ഫ്രണ്ടിലത്തെ കുഷൻ അസംബ്ലി 2 മാറ്റിയിടാം. അതേപോലെ തന്നെ ലിങ്കിൻ്റെ ബുഷിൻ്റെ അവസ്ഥ ഇതാണ്, ഫുള്ള് പോയി കിടക്കാം, നല്ല രീതിയിൽ പ്ലേ ഉണ്ട്. അപ്പോൾ അത് ബുഷ് സെറ്റും മാറ്റാം, ഫ്രണ്ട് കുഷനും മാറ്റാം. കോൺസെറ്റ് ചെറിയ അടി കാണിക്കുന്നുണ്ട്, തൽക്കാലം വേണമെങ്കിൽ അത് അഡ്ജസ്റ്റ് ചെയ്തിടാം, അതങ്ങനെ തന്നെ ഓടിക്കുക. ചെറിയൊരു കംപ്ലയിൻറ്റ് ഉണ്ടാവും എന്തേലും കേട്ടോ. അതല്ലെങ്കിൽ അത് മാറ്റണമെന്നുണ്ടെങ്കിൽ ഇതേപോലെ ഫുള്ളായിട്ട് അഴിച്ചിട്ട് അതിൻ്റെ ഉള്ളിലാണ് ബെയറിങ് വരാം, അത് നമുക്ക് മാറ്റിയിടാം. അത് ഇപ്പോൾ നിലവിൽ ഇത്രയും ഭാഗം ചെയ്യുമ്പോൾ ഒരുവിധം ഓക്കെ ആയിക്കോളും. പക്ഷേ ഹാൻഡിൽ നല്ല ഗട്ടറിലൊക്കെ ചാടുമ്പോൾ ചെറിയൊരു ഷെയ്ക്ക് കാണിക്കുക, അതാണ് കോൺസെറ്റിൻ്റെയാണ്. അത് വേണമെങ്കിൽ പിന്നീട് ചെയ്താലും മതി. നിലവിൽ അത്യാവശ്യമായിട്ട് ചെയ്യേണ്ട കേസുകൾ നമുക്ക് ഫ്രണ്ട് ഷോക്ക് 2 മാറ്റാം, ബുഷുകൾ മാറ്റാം, ഫ്രണ്ട് കവർ മാറ്റാം, ഒരു ഇൻഡിക്കേറ്റർ ഒടിഞ്ഞിട്ടുണ്ട്, പൊട്ടിപ്പോയിട്ടുണ്ട്, അപ്പോൾ അത് മാറ്റാം. പിന്നെ ഫ്രണ്ടിലത്തെ ബ്രേക്കിൻ്റെ ഈ ഒരു കേബിൾ കംപ്ലൈൻറ്റ് ഉണ്ട്, ലോഡായിട്ട് നിൽക്കുക. പിന്നെ സ്പീഡോമീറ്റർ ഒന്നും വർക്കിംഗ് അല്ല. അപ്പോൾ മീറ്റർ റെഡിയാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അതിൻ്റെയും കൂടി എസ്റ്റിമേറ്റ് അതിനകത്ത് ഉൾപ്പെടുത്താം. ഈ മെക്കാനിസം ടൈറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ആ കേബിളും ക്രൗണും മാറ്റിക്കഴിഞ്ഞാൽ മീറ്റർ വർക്കിംഗ് ആക്കി എടുക്കാം. കാരണം വണ്ടിയുടെ ഓയിൽ ചേഞ്ച് സർവീസ് എല്ലാനും കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് വരാം. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ആ ഭാഗം റെഡിയാക്കി ഇടണമായിരിക്കും ബെറ്റർ. നിലവിൽ ഇത്രയാണ് മെയിനായിട്ട് നമ്മളടുത്ത് പറഞ്ഞിട്ടുള്ളൂ. വേറെ ജനറലായിട്ട് സർവീസോ വേറെ കംപ്ലയിൻസുകളൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമ്മൾ ആ ഫ്രണ്ട് ഭാഗം ചെയ്ത് വരുമ്പോൾ ഏകദേശം ഈ പറഞ്ഞ പാർട്സുകളും ലേബർ അടക്കം എത്ര വരുമെന്ന് നോക്കിയിട്ട് അതിൻ്റെ ഒരു എസ്റ്റിമേറ്റ് ഞാൻ വാട്സാപ്പിലേക്ക് ഇട്ടേക്കാം. അപ്പോൾ വീഡിയോ കണ്ടുകഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടേക്കാം. നമുക്കൊരു 6:30-7 മണിക്കാവും തീരുമ്പോഴത്തേക്ക് കേട്ടോ. അപ്പോൾ ഞാൻ കഴിയുന്നതിനനുസരിച്ച് വിളിച്ചോളാം. അപ്പോൾ വർക്ക് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിൽ ഇട്ടാൽ അത് കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ഇട്ടോളൂ. ഓക്കെ.